ഇന്നലെ ബഹുമാനനായ ശ്രീ എളമരം കരീം അദ്ദേഹത്തിൻ്റെ ഭാഷ കേട്ടപ്പോൾ CITU സെക്രട്ടറി ആണോ കോർപ്പറേറ്റ് സെക്രട്ടറി ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വരുന്നൊരു മാറ്റം നമ്മൾ കാണണ്ടേ ആ പാർട്ടിക്കകത്ത്. ആശാ വർക്കർമാരുടെ സമരം ന്യായമായ സമരമാണ്. ആ സമരത്തിന് എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകും. ആ സമരം വിജയിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ പ്രയോറിറ്റി തീരുമാനിക്കണ്ടേ. PSCയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. ചരിത്രത്തിൽ ഏറ്റവും കുറവ് CPO നിയമനം, ഏറ്റവും കുറവ് LGS നിയമനം, ഏറ്റവും കുറവ് LSD നിയമനം എല്ലാം നടക്കുന്നു. ഏറ്റവും കുറവ് LDC നിയമനം ഏറ്റവും കുറവാണ്. പക്ഷേ PSC മെമ്പർമാരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ശമ്പളം 3.5 ലക്ഷം ആക്കി. 2,30,000 ആയിരുന്നു. അതായത് പ്രവൃത്തി ദിവസം എടുത്തെണ്ണുമ്പോൾ പ്രതിദിനം ഏതാണ്ട് 10,000 രൂപ ശമ്പളം പോരാ ബഹുമാനരായ PSC മെമ്പർമാർക്ക് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സർക്കാർ 10,000 പോരാ, ആ സാധു മനുഷ്യന്മാർക്ക് 2,500 രൂപയും കൂടെ പ്രതിദിനം കൂട്ടിക്കൊടുക്കണം, 12,500 ആക്കണം എന്ന് കരുതിയിട്ടാണല്ലോ അത് കൂട്ടിക്കൊടുത്തത് പ്രതിദിനം. അപ്പോൾ പിന്നെന്താ 7,000 പ്രതിമാസം ഓണറേറിയം വാങ്ങിക്കുന്ന ആളുകൾക്ക് 21,000 രൂപയെന്ന് അവരുടെ ഡിമാൻഡ് അംഗീകരിച്ചു കൊടുക്കാൻ എന്താ പ്രയാസം? ആ പ്രയാസം സർക്കാരിൻ്റെ പ്രയോറിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെതിരായിട്ട് ശക്തമായ സമരങ്ങൾ ഉണ്ടാകും. ആരോഗ്യമന്ത്രിയുടെയൊക്കെ ഭാഷയ്ക്കെതിരായിട്ട് സമരങ്ങൾ ഉണ്ടാകും. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ വരവേൽക്കുന്നത് കരിങ്കൊടിയാണല്ലോ. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കരിങ്കൊടി പ്രതിഷേധക്കാരെ ഇറങ്ങി നിന്ന് അഭിവാദ്യം ചെയ്യുന്നത് കണ്ടു. സന്തോഷം, സമരക്കാരെ അഭിവാദ്യം ചെയ്യുന്നതിനകത്ത് അംഗീകരിക്കുന്നു. ആ അഭിവാദ്യം തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൻ്റെ നടക്കൽ സമരം ചെയ്യുന്ന ആ ആളുകളോട് പോയി അഭിവാദ്യം ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കരിങ്കൊടി കാണിക്കുന്നവരെ അഭിവാദ്യം ചെയ്യുന്ന, പുറത്തിറങ്ങിയെന്ന് അഭിവാദ്യം ചെയ്യുന്ന അതേ ആർജവം ആശാ വർക്കർമാരോടും കാണിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സർക്കാരിന് ആവശ്യമായ വിഷയങ്ങൾ വരുമ്പം മറ്റ് സംസ്ഥാനങ്ങളോടുള്ള താരതമ്യങ്ങൾ ഉണ്ടാകാറില്ലല്ലോ. ഇനി മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാ വിഷയത്തിലും താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ ടാറ്റ ബൈ ബൈ മാത്രമേ ഉള്ളൂ. പശ്ചിമബംഗാൾ സർക്കാർ, ഇവർ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ നിന്ന് പശ്ചിമബംഗാൾ സർക്കാർ, ഇവരിറങ്ങിപ്പോയതിനു ശേഷം ശ്രീമതി മമതാ ബാനർജി 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കുന്ന അതിലങ്ങ് മാതൃകയാക്ക്. ഏത് മാതൃകയാണ് സ്വീകരിക്കേണ്ടത്? നല്ല മാതൃകകൾ. ഇനി 2, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ആരോഗ്യ നമ്പർ 1 ആരോഗ്യ നമ്പർ 1 എന്ന്. അല്ല, ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പൂർത്തീകരിച്ചിട്ട്. ആരോഗ്യ നമ്പർ 1 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം ഒരുപാട് കാലത്തെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപ് തൊട്ടുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായിട്ട് പൊതുജനാരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ആ പൊതുജനാരോഗ്യം മെച്ചപ്പെടുന്നതിനകത്ത് നമ്മുടെ ആശാ വർക്കർമാരുടെ പങ്ക് ചെറുതാണോ? മറ്റേതെങ്കിലും സംസ്ഥാനത്തിനകത്ത് ആശാ വർക്കർമാർക്ക് ഇത്രയേറെ ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടോ? 24/7 ആണോ അവരുടെ ജോലി സമയം? അല്ലല്ലോ. 24/7 × 365 അതാണ് അവരുടെ ജോലി സമയം. ഇനി കേരളത്തിൻ്റെ ബാക്കി എല്ലാ മേഖലയിലും ജീവിത സാഹചര്യത്തിൽ വ്യത്യാസമില്ലേ? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ദിവസക്കൂലിക്ക് ഇപ്പം ഞാനൊന്ന് കൂന്താലി എടുത്തുകൊണ്ട് ദിവസക്കൂലിക്ക് പോയാൽ എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടും. ആ 1000 രൂപ പ്രതിദിനം ശമ്പളം കിട്ടുന്ന വേറൊരു സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? വേറെ ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ? നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഒരു ദിവസം ജോലിക്ക് പോയാൽ 1,200 രൂപ എനിക്ക് ശമ്പളം കിട്ടും. ആ 1,200 രൂപ ശമ്പളം കിട്ടുന്ന വേറെ ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? അപ്പം ലൈഫ് സ്റ്റാൻഡേർഡ് കേരളത്തിലെ കൂടുതൽ ഉയരത്തിലാണ്. ഇനിയും ഇവിടുത്തെ കേരളം പോലെ കൺസ്യൂമർ സ്റ്റേറ്റിൽ നമ്മുടെ പർച്ചേസ് വാല്യൂവിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഈ 700 രൂപ. ഇപ്പം ഇവർക്ക് കിട്ടുന്ന എത്ര? 232 രൂപ. 232 രൂപ ശമ്പളം കിട്ടുമ്പോൾ 114 രൂപയല്ലേ, 109 രൂപയല്ലേ പെട്രോളിന്, 51 രൂപയല്ലേ അരിക്ക്? ആ സംസ്ഥാനത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ 232 രൂപയുടെ പർച്ചേസ് വാല്യൂ കൂടെ നമ്മൾ നോക്കട്ടെ. അപ്പം മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യാം നല്ല മാതൃകകൾക്ക്. ഏറ്റവും ഉയർന്ന ശമ്പളത്തിന് കേരളം ഒന്നാമത് നിൽക്കട്ടെ. എന്താ നമ്മൾ ആരോഗ്യ നമ്പർ 1 മാത്രം മതിയോ? ശമ്പളത്തിൽ നമ്പർ 1 ആകുന്നതിനകത്ത് എന്താ തെറ്റ്?